കൊച്ചിയിൽ മരടിന് ശേഷം വീണ്ടും ഫ്ളാറ്റ് പൊളിക്കപ്പെടുന്നു. വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈറ്റില ജംഗ്ഷൻ അടുത്തായിക്കൊണ്ട് സിൽവർ സാൻഡ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന AWHO ഫ്ളാറ്റാണ് ഈ വരുന്ന നവംബർ മാസം ആദ്യ വാരത്തോടുകൂടി പൊളിച്ചു നീക്കാനായി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മരടിൽ ഫ്ളാറ്റ് പൊളിച്ചത് CRZ നിയമലംഘനം മൂലമാണെങ്കിൽ ഇവിടെ AWHO ഫ്ളാറ്റ് പൊളിച്ചു നീക്കുന്നത് കൺസ്ട്രക്ഷനിലുള്ള വലിയ പിഴവ് കൊണ്ടാണ്. ഇനി AWHO എന്നാൽ ഒരു പ്രൈവറ്റ് ബിൽഡർ അല്ല, പകരം 1978 സ്ഥാപിതമായ ആർമിയുടെ കീഴിലുള്ള ഒരു നോൺ പ്രോഫിറ്റ് സൊസൈറ്റിയാണ്. ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർ, മരണപ്പെട്ട ഡിഫൻസിലുള്ളവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ചെറിയ തവണകളായി പേയ്മെന്റ് അടച്ചുകൊണ്ട് ക്വാളിറ്റിയുള്ള വീടുകൾ നൽകുന്ന ഒരു സൊസൈറ്റിയാണിത്. നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന അടിസ്ഥാനത്തിലാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ പല സിറ്റികളിലും AWHOയ്ക്ക് ഫ്ളാറ്റുകൾ ഉണ്ടെങ്കിലും കൊച്ചിയിൽ ഈ ഉണ്ടായിട്ടുള്ളത് ഒരു വലിയ ദുരനുഭവം തന്നെയാണ്. ഈ ഉയരത്തിൽ കാണുന്ന ടവറുകളാണ് പൊളിച്ചു നിൽക്കുന്നത്. കൊച്ചിയിലെ ഈ AWHO കെട്ടിടത്തിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള കോൺട്രാക്ടിംഗ് കമ്പനി ചെയ്ത പല ഫ്ളാറ്റുകളുടെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. ഫ്ളാറ്റ് പൊളിച്ച് പുതിയതുണ്ടാക്കുന്ന അക്കാലം അത്രയും ഈ ടവറിലെ ഫ്ളാറ്റ് ഉടമകൾക്ക് വാടകയായി 20,000 മുതൽ 25,000 രൂപ വരെ ഇടയിലുള്ള ഒരു തുക AWHO പ്രതിമാസം നൽകണമെന്നും പകരം ഫ്ളാറ്റ് AWHO 2029 കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കൺസ്ട്രക്ഷന് തീരെ ക്വാളിറ്റി ഇല്ലാത്ത പല ഡെവലപ്പേഴ്സിനും ഇതൊരു പാഠമായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഒരു ഫ്ളാറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ളാറ്റിൻ്റെ ആ ബിൽഡറിന് വേണ്ടി കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കോൺട്രാക്ടിംഗ് കമ്പനി മുന്നേ ചെയ്ത ഫ്ളാറ്റുകൾ എന്തെല്ലാമാണെന്നും അവരുടെ ഹിസ്റ്ററി എന്തെല്ലാമാണെന്നൊക്കെ കൃത്യമായി നിങ്ങൾ അന്വേഷിക്കുക, ഓർക്കുക. അപ്പോൾ നിങ്ങളൊരു ഫ്ളാറ്റൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബിൽഡറിന് വേണ്ടി ആ ഫ്ളാറ്റ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കോൺട്രാക്ടിംഗ് കമ്പനി മുന്നേ ചെയ്ത പ്രൊജക്റ്റുകൾ എന്തെല്ലാമാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് വളരെ നന്നാവും. കാരണം നമ്മുടെ കേരളത്തിൽ 90% ബിൽഡേഴ്സിനും സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ടീമില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, മരടിനെ പോലെ ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപ്പെടുന്നില്ല. പകരം ഇവിടെ ഫ്ളാറ്റ് 2029 ആയിട്ടാണെങ്കിലും ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്.